സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്വിക്ക് റിവിഷൻ ആണ്. 50 സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പട്ടാളം കൃഷ്ണനും കൊച്ചാപ്പി പിള്ളയും തൂക്കിലേറ്റപ്പെട്ടത്? ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് പട്ടാളം കൃഷ്ണനും കൊച്ചാപ്പി പിള്ളയും തൂക്കിലേറ്റപ്പെട്ടത്? കല്ലറ പാങ്ങോട് സമരമാണ്. 1938 കല്ലറ പാങ്ങോട് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് പട്ടാളം കൃഷ്ണനും കൊച്ചാപ്പി പിള്ളയും തൂക്കിലേറ്റപ്പെട്ടത്. ആരൊക്കെയാണ് തൂക്കിലേറ്റപ്പെട്ടത്? പട്ടാളം കൃഷ്ണൻ, കൊച്ചാപ്പി പിള്ള. ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്? കല്ലറ പാങ്ങോട് സമരം. വർഷം ഏതാണ്? 1938. കാശ്മീരിലെ ഔദ്യോഗിക ഭാഷകൾ. കാശ്മീരിലെ ഔദ്യോഗിക ഭാഷകൾ: ഉറുദു, ഡോഗ്രി, ഇംഗ്ലീഷ്, ഹിന്ദി, കാശ്മീരി. 5 ഔദ്യോഗിക ഭാഷകളാണ് കാശ്മീരിലേത്. അവ ഉറുദു, ഡോഗ്രി, ഇംഗ്ലീഷ്, ഹിന്ദി, കാശ്മീരി. കേരള നിയമസഭാംഗമായി 50 വർഷം പൂർത്തിയാക്കിയ ആദ്യത്തെ നേതാവ്. കേരള നിയമസഭാംഗമായിട്ട് 50 വർഷം പൂർത്തിയാക്കിയ ആദ്യ നേതാവ് KM മാണിയാണ്. KM മാണി. വ്യാപാര ആവശ്യത്തിന് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തി ഏതാണ്? വ്യാപാര ആവശ്യത്തിന് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാരാണ്. ഫ്രഞ്ചുകാർ. GST എന്തു തരം നികുതിയാണ്? GST എന്തു തരം നികുതിയാണ്? പരോക്ഷ നികുതിയാണ്. GST പരോക്ഷ നികുതിയാണ്. GST പരോക്ഷ നികുതിയാണ്. ഐസ് സ്കേറ്റിങ്ങിന് സാധ്യമാക്കുന്ന പ്രതിഭാസം. ഐസ് സ്കേറ്റിങ്ങിന് സാധ്യമാക്കുന്ന പ്രതിഭാസം പുനർഹിമായാനമാണ്. ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്ന പ്രതിഭാസമാണ് പുനർഹിമായാനം. പുനർഹിമായാനം. കർഷകശ്രീ അവാർഡ് നൽകുന്ന പത്രം. കർഷകശ്രീ അവാർഡ് നൽകുന്ന പത്രം മലയാള മനോരമയാണ്. കർഷകശ്രീ അവാർഡ് നൽകുന്ന പത്രം മലയാള മനോരമ. ഗുജറാത്തിലെ നാരായൺ സരോവർ വന്യജീവി സങ്കേതം ഏത് മൃഗത്തിന്റെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം? ഗുജറാത്തിലെ നാരായൺ സരോവർ വന്യജീവി സങ്കേതം ഏത് മൃഗത്തിന്റെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം? ചിങ്കാരയാണ്. ചിങ്കാര. ചിങ്കാര എന്നത് ഒരു തരം മാനാണ്. ചിങ്കാര എന്നത് ഒരു തരം മാനാണ്. നാരായൺ സരോവർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ്. അപ്പൊ ഗുജറാത്തിലെ നാരായൺ സരോവർ വന്യജീവി സങ്കേതം ഏത് മൃഗത്തിന്റെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം? ചിങ്കാരയാണ്. ചിങ്കാര എന്നത് ഒരു തരം മാനാണ്. ബംഗാളിലെ തേബാഗ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട സംഘടന. തേബാഗ പ്രക്ഷോഭം എവിടെയാണ് നടന്നത്? ബംഗാളിലാണ്. ബംഗാളിലെ തേബാഗ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട സംഘടനയാണ് കിസാൻ സഭ. കിസാൻ സഭ. ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയത് ശിവഗിരിയിലാണ്. ശിവഗിരി. ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? ശിവഗിരി. കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെട്ടത്. കടയ്ക്കൽ ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ്. രാഘവൻ പിള്ളയാണ് കടയ്ക്കൽ ഫ്രാങ്കോ എന്ന് അറിയപ്പെട്ടത്. രാഘവൻ പിള്ള. ടിൻകൽ ഏത് ലോഹത്തിന്റെ അയിരാണ്? ടിൻകൽ ഏത് ലോഹത്തിന്റെ അയിരാണ്? ബോറോൺ ആണ്. ബോറോണിന്റെ അയിരാണ് ടിൻകൽ. ബോറോണിന്റെ അയിരാണ് ടിൻകൽ. മുഹമ്മദ് അബ്ദുറഹിമാന്റെ സ്മരണാർത്ഥം മഹാകവി അക്കിത്തം രചിച്ച കാവ്യം. മുഹമ്മദ് അബ്ദുറഹിമാന്റെ സ്മരണാർത്ഥം അക്കിത്തം രചിച്ച കാവ്യം ഏതാണ്? മരണമില്ലാത്ത മനുഷ്യൻ. മരണമില്ലാത്ത മനുഷ്യൻ ആരുടെ സ്മരണാർത്ഥമാണ്? മുഹമ്മദ് അബ്ദുറഹിമാന്റെ സ്മരണാർത്ഥമാണ്. റോഡ് ടാറിങ്ങിന് ഉപയോഗിക്കുന്ന കൽക്കരി ഇനം. റോഡ് ടാറിങ്ങിന് ഉപയോഗിക്കുന്ന കൽക്കരി ഇനം ബിറ്റുമിൻ ആണ്. റോഡ് ടാറിങ്ങിന് ഉപയോഗിക്കുന്ന കൽക്കരി ഇനമാണ് ബിറ്റുമിൻ. വേസ്റ്റ് ലാൻഡ് ഏറ്റവും അധികം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? വേസ്റ്റ് ലാൻഡ് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. രാജസ്ഥാൻ.
ശക്തി, മുക്തി എന്നിവ ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്? ശക്തി, മുക്തി എന്നിവ ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്? തക്കാളിയുടേതാണ്. തക്കാളിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ശക്തി, മുക്തി എന്നിവ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരൻകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് ആരാണ്? ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരൻകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക്, എവിടേക്കാണ്? കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് കുമാരഗുരുദേവനാണ്. കുമാരഗുരുദേവൻ ഏത് സമയത്താണ്? ഒന്നാം ലോക മഹായുദ്ധകാലത്ത്. എവിടെ നിന്നുമാണ്? മാരൻകുളം എന്ന സ്ഥലത്ത് നിന്ന്. എവിടേക്കാണ്? കുളത്തൂർ കുന്നിലേക്ക്. യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് ആരാണ്? കുമാരഗുരുദേവൻ. മുട്ടത്തോടിന്റെ രാസനാമം. മുട്ടത്തോടിന്റെ രാസനാമം കാൽഷ്യം കാർബണേറ്റ്. മുട്ടത്തോടിന്റെ രാസനാമം കാൽഷ്യം കാർബണേറ്റ്. വിപരീത ചാർജുള്ള മേഘങ്ങൾ തമ്മിലുണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജ് ആണ് മിന്നൽ. വിപരീത ചാർജുള്ള മേഘങ്ങൾ തമ്മിലുണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജ് ആണ് മിന്നൽ. പിഡ്ജിയൻ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ലോഹം. പിഡ്ജിയൻ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം. എന്ത് പ്രക്രിയയാണ്? പിഡ്ജിയൻ പ്രക്രിയ. പിഡ്ജിയൻ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യം. കെ കേളപ്പൻ ഏത് പത്രത്തിന്റെ മുഖ്യ പത്രാധിപരായിരുന്നു? കെ കേളപ്പൻ ഏത് പത്രത്തിന്റെ മുഖ്യ പത്രാധിപർ ആയിരുന്നു? മാതൃഭൂമിയാണ്. മാതൃഭൂമി. സോപ്പിന്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേര്. സോപ്പിന്റെ നിർമ്മാണ പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് സോപ്പോണിഫിക്കേഷൻ. സോപ്പിന്റെ നിർമ്മാണ പ്രവർത്തനം അറിയപ്പെടുന്ന പേര് സോപ്പോണിഫിക്കേഷൻ. തീരസമതലങ്ങളിലുടനീളം സാന്നിധ്യമുള്ള മണ്ണിനമേത്? തീരസമതലങ്ങളിലുടനീളം സാന്നിധ്യമുള്ള മണ്ണിനം എക്കൽ മണ്ണാണ്. തീരസമുദ്രങ്ങളിൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ്. സിഗരറ്റ് റാപ്പറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. സിഗരറ്റ് റാപ്പറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയമാണ്. അലൂമിനിയം. ഒരു കാലത്ത് കിഴക്കിന്റെ അലക്സാൻഡ്രിയ എന്നറിയപ്പെട്ടിരുന്ന തമിഴ്നാട്ടിലെ സ്ഥലം. ഒരു കാലത്ത് കിഴക്കിന്റെ അലക്സാൻഡ്രിയ എന്നറിയപ്പെട്ടിരുന്ന തമിഴ്നാട്ടിലെ സ്ഥലമാണ് കന്യാകുമാരി. ഇന്ത്യയിൽ എപ്പിഡമിക് ഡിസീസസ് ആക്ട് പാസാക്കിയ വർഷം. ഇന്ത്യയിൽ എപ്പിഡമിക് ഡിസീസസ് ആക്ട് പാസാക്കിയ വർഷം 1897 ആണ്. എപ്പിഡമിക് ഡിസീസസ് ആക്ട് വർഷം ഏതാണ്? 1897. ഇന്ത്യ ചരിത്രത്തിൽ സെന്റ് ഹെലീന ആക്ട് എന്നറിയപ്പെടുന്നത്. ഇന്ത്യ ചരിത്രത്തിൽ സെന്റ് ഹെലീന ആക്ട് എന്നറിയപ്പെടുന്നത് 1833 ചാർട്ടർ നിയമമാണ്. സെന്റ് ഹെലീന ആക്ട് ഏതാണ്? 1833 ചാർട്ടർ നിയമം. MK സാനു രചിച്ച മൃത്യുഞ്ജയം കാവ്യജീവിതം എന്നത് ആരുടെ ജീവചരിത്രമാണ്? MK സാനു രചിച്ച മൃത്യുഞ്ജയം കാവ്യജീവിതം കുമാരനാശാൻ. കുമാരനാശാന്റെ ജീവചരിത്രമാണ് മൃത്യുഞ്ജയം കാവ്യജീവിതം എന്നത്. ഇതാരാണ് രചിച്ചത്? MK സാനു. വിജയലക്ഷ്മി പണ്ഡിറ്റ് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റായ വർഷം. വിജയലക്ഷ്മി പണ്ഡിറ്റ് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് ആയത് 1953 1953 വിജയലക്ഷ്മി പണ്ഡിറ്റ് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് ആയത്. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം ഡെറാഡൂൺ. കേരളത്തിലെ സബർമതി എന്നറിയപ്പെട്ടത്. കേരളത്തിലെ സബർമതി അകത്തേത്തറ ശബരി ആശ്രമമാണ് കേരളത്തിലെ സബർമതി എന്ന് അറിയപ്പെട്ടത്. അകത്തേത്തറ ശബരി ആശ്രമം. അകത്തേത്തറ ശബരി ആശ്രമമാണ് കേരളത്തിലെ സബർമതി എന്ന് അറിയപ്പെട്ടത്. 1947 റാഡ്ക്ലിഫിന്റെ നേതൃത്വത്തിലുള്ള അതിർത്തി നിർണയ കമ്മീഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നോമിനി എന്ന നിലയിൽ അംഗമായിരുന്നത് ആര്? 1947 റാഡ്ക്ലിഫിന്റെ നേതൃത്വത്തിലുള്ള അതിർത്തി നിർണയ കമ്മീഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നോമിനി എന്ന നിലയിൽ അംഗമായിരുന്നത്
മെഹർചന്ദ് മഹാജൻ ആണ്. മെഹർചന്ദ് മഹാജൻ. കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറി സംയുക്തം. കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറി സംയുക്തമാണ് ടിൻ അമാൽഗം. ടിൻ അമാൽഗം. അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന പുസ്തകം രചിച്ചതാരാണ്? അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന പുസ്തകം VS അച്യുതാനന്ദന്റേതാണ്. VS അച്യുതാനന്ദൻ. പാലിനെ കട്ടിയാക്കി പനീർ ഉണ്ടാക്കുന്നതിനായി ചേർക്കുന്ന ആസിഡ്. പാലിനെ കട്ടിയാക്കി പനീർ ഉണ്ടാക്കുന്നതിനായിട്ട് ചേർക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ്. മിന്നൽ എന്നത് വൈദ്യുതിയുടെ പ്രവാഹമാണെന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയതാര്? മിന്നൽ എന്നത് വൈദ്യുതിയുടെ പ്രവാഹമാണെന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയുടെ പെൻഷൻ അനുവദിക്കുന്നത് എവിടെ നിന്നാണ്? വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയുടെ പെൻഷൻ അനുവദിക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ആണ്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കുന്ന പ്രക്രിയ. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കുന്ന പ്രക്രിയയാണ് സോൾട്ടിംഗ് ഔട്ട്. സോൾട്ടിംഗ് ഔട്ട്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻസിരി. സുബൻസിരി. ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻസിരി. ഗിരിജാ കല്യാണം എന്ന പ്രശസ്തമായ ചുമർ ചിത്രം എവിടെയാണ്? ഗിരിജാ കല്യാണം എന്ന പ്രശസ്തമായ ചുമർ ചിത്രം കാണപ്പെടുന്നത് മട്ടാഞ്ചേരി കൊട്ടാരത്തിലാണ്. ഗിരിജാ കല്യാണം എന്ന പ്രശസ്തമായ ചുമർ ചിത്രം എവിടെയാണ്? മട്ടാഞ്ചേരി കൊട്ടാരത്തിലാണ്. കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ പിതാവ് വാടാപ്പുറം ഭാവയാണ്. വാടാപ്പുറം ഭാവയാണ് കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. വാടാപ്പുറം ഭാവ. ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപവൽക്കരിക്കുകയോ ഉള്ളതിന്റെ പേര് മാറ്റുകയോ ചെയ്താൽ ഭേദഗതി വരുത്തേണ്ട പട്ടിക ഏതാണ്? ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപവൽക്കരിക്കുകയോ നിലവിലുള്ളതിന്റെ പേര് മാറ്റുകയോ ചെയ്താൽ ഭേദഗതി വരുത്തേണ്ട പട്ടികയാണ് 1-ാം ഷെഡ്യൂൾ. 1-ാം ഷെഡ്യൂൾ. കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്ന് അറിയപ്പെടുന്നത്? കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്ന് അറിയപ്പെടുന്നത് അയ്യ വൈകുണ്ഠർ ആണ്. കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി അയ്യ വൈകുണ്ഠർ. സംഗീതോപകരണങ്ങളെക്കുറിച്ചുള്ള പഠനം. സംഗീതോപകരണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓർഗനോളജി. സംഗീതോപകരണങ്ങളെക്കുറിച്ചുള്ള പഠനം ഓർഗനോളജി. വടകര ആസ്ഥാനമാക്കി സിദ്ധ സമാജം സ്ഥാപിച്ചതാര്? സിദ്ധ സമാജം സ്ഥാപിച്ചത് സ്വാമി ശിവാനന്ദ പരമഹംസറാണ്. സ്വാമി ശിവാനന്ദ പരമഹംസർ. സിദ്ധ സമാജം സ്ഥാപിച്ചത് സ്വാമി ശിവാനന്ദ പരമഹംസർ. സിദ്ധ സമാജത്തിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? വടകര. വടകര ആസ്ഥാനമാക്കിയിട്ട് സിദ്ധ സമാജം സ്ഥാപിച്ചതാരാണ്? സ്വാമി ശിവാനന്ദ പരമഹംസർ ആണ്. പീസോ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചതാര്? പീസോ ഇലക്ട്രിസിറ്റി പിയറി ക്യൂറി ആണ്. പീസോ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് പിയറി ക്യൂറി. തിരുവിതാംകൂറിലെ ആദ്യ വനിതാ നിയമസഭാംഗം. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ നിയമസഭാംഗം മേരി പുന്നൻ ലൂക്കോസ്. മേരി പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ നിയമസഭാംഗമായിരുന്നത് മേരി പുന്നൻ ലൂക്കോസ്. ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതാരാണ്? ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ നേതൃസ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഭാരതീയൻ. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ നേതൃസ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഭാരതീയൻ MN റോയ് ആണ്. MN റോയ്. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ നേതൃസ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഭാരതീയനാണ് MN റോയ്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ്
ആചാരഭൂഷണം. ആചാരഭൂഷണം ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ആചാരഭൂഷണം. കോഡൽ കമ്മീഷൻ എന്തിനെ കുറിച്ചാണ് അന്വേഷിച്ചത്? കോഡൽ കമ്മീഷൻ ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനമാണ്. ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനം. അവസാനത്തെ ചോദ്യം, ഇന്ത്യയിൽ സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 1926 1926 ഇന്ത്യയിൽ സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.